സംസ്ഥാന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല. പ്രതിവർഷം ലക്ഷക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടുക്കിക്ക് ഇത്തവണയെങ്കിലും അർഹമായ പരിഗണന കിട്ടും എന്നാണ് ഹൈറേഞ്ചിന്റെ പ്രതീക്ഷ. പ്രകൃതി ഭംഗി ആരെയും ആകർഷിക്കുന്നതാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന പ്രശ്നം. മൂന്നാർ ടൗണിലെ രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരമായി ബൈപ്പാസ് റോഡുകളും ശാസ്ത്രീയമായ പാർക്കിംഗ് കേന്ദ്രങ്ങളും വേണം. സഞ്ചാരികൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നൈറ്റ് ടൂറിസം പദ്ധതികൾക്കും ഈക്കോ ടൂറിസം വികസനത്തിനും ബഡ്ജറ്റ് വിഹിതം അനിവാര്യമാണ്. നിരവധിയായ ടൂറിസം സാധ്യതകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഇടുക്കി. എന്നാൽ നിരവധിയായ പോരായ്മകളുണ്ടെന്നാണ്. സഞ്ചാരികൾക്ക് എത്തപ്പെടാൻ കഴിയാത്ത റോഡുകളുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കഴിയാത്ത നിരവധിയായ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ അവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സാഹസിക ടൂറിസം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. അന്താരാഷ്ട്ര നിലവാരമുള്ള ശൌചാലയങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും ഹൈവേകളിൽ നിർമ്മിക്കുന്നതിനും പ്രത്യേക ഫണ്ട് നീക്കിവെക്കേണ്ടതുണ്ട്. ഒപ്പം തോട്ടം തൊഴിലാളികൾ ഭൂരിപക്ഷമുള്ള ഈ മേഖലകളിൽ ടൂറിസം വഴിയുള്ള ബദൽ വരുമാന മാർഗങ്ങൾക്കും ഊന്നൽ നൽകണം. പ്രഖ്യാപനങ്ങൾക്കപ്പുറം കൃത്യമായ നടപ്പാക്കലിലൂടെ മാത്രമേ ഇടുക്കിയിലെ ടൂറിസം മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയൂ. പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഹൈറേഞ്ചിന് വസന്തമാകുമോ അതോ നിരാശയോ എന്നാണ് ടൂറിസം മേഖല ഉറ്റുനോക്കുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.